ചരിത്രത്തിലാദ്യമായി ശിവഗിരി തീർത്ഥാടനത്തിന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ. ഡിസംബർ 30, 31, ജനുവരി 1 തീയതികളിൽ കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തും. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസിന്റെ ഇടപെടലിനെ തുടർന്നാണ് സ്പെഷ്യൽ സർവീസ് അനുവദിച്ചത്. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ശിവഗിരിയിലേക്ക് സ്പെഷ്യൽ സർവീസ്, കൂടുതൽ വിവരങ്ങൾ. ശിവഗിരി തീർത്ഥാടന കാലമാണ്. വലിയ രീതിയിലുള്ള തിരക്ക് ശിവഗിരിയിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് റെയിൽവേയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ സർവീസ് വർക്കലയിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് കെ.പി. സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വർക്കല ശിവഗിരി തീർത്ഥാടന കാലത്ത് ഇത്തരത്തിൽ സ്പെഷ്യൽ സർവീസ് ഇന്ത്യൻ റെയിൽവേ അനുവദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൊച്ചിയിൽ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നത്. ഈ മാസം 30, 31, ഒപ്പം തന്നെ ജനുവരി 1 തീയതികളിലാണ് കൊച്ചിയിൽ നിന്നും ഈ പ്രത്യേക സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുക. ശിവഗിരി മഠത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകാതെ യാത്രാ സൗകര്യം ഒരുക്കുക കൂടിയാണ് ഈ ഒരു സർവീസിലൂടെ ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത്. അതായത് 30-ാം തീയതി രാവിലെ 9:42 അവിടെ നിന്നും ട്രെയിൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അവിടെ നിന്നും കൊച്ചുവേളിയിലേക്കാണ്. കൊച്ചുവേളിയിൽ ഉച്ചയ്ക്ക് 12:45 എത്തുന്ന രീതിയിൽ വിവിധ സ്റ്റേഷനുകളിൽ അടക്കം സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ടാണ് കൊച്ചുവേളിയിലേക്ക് വർക്കലെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. തിരക്ക് കുറയ്ക്കുക, ഒപ്പം തന്നെ യാത്രക്കാർക്ക് സുഗമമായൊരു തീർത്ഥാടന കാലം സമ്മാനിക്കുക, ഇത് രണ്ടുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ശിവഗിരി തീർത്ഥാടനവുമോട് അനുബന്ധിച്ച് ഈ ഒരു സ്പെഷ്യൽ സർവീസ് ആരംഭിക്കണമെന്ന കൂടി ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസിന്റെ ഇടപെടലിനെ തുടർന്ന് ഇത്തരത്തിലൊരു സ്പെഷ്യൽ സർവീസ് ചരിത്രത്തിലാദ്യമായി തീർത്ഥാടന കാലത്ത് അനുവദിക്കുന്നത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.